ഹായ് ഫ്രണ്ട്സ്, ബ്രദറിൻ്റെ മധുരം വെപ്പിന് പോയ വിശേഷമാണ് പങ്കുവെക്കാനുള്ളത്. എൻട്രി തന്നെ അവനെ പരമാവധി നാറ്റിക്കാൻ പറ്റി. ബംഗാളി തലേന്നും പറഞ്ഞ അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തൊരു ഫ്ലക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റിയാണെങ്കിൽ തിരക്കിട്ട് മുടി ഈകുന്നു, അമ്മയാണെങ്കിൽ ബാഗൊക്കെ സെറ്റ് ചെയ്യുന്നു, ജീജു ആണെങ്കിൽ ഫോൺ വിളിക്കുന്നു, ചേട്ടായി കൊച്ചിനെ കൊണ്ട് നടക്കുന്നു, ആബെ അതിൻ്റെ ഇടയിൽ ഒരു യോയോ തമ്പ് കാണിക്കുന്നുണ്ട്. എമിയോളും റെഡി പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചെന്നു. നേരത്തെ ചെല്ലാമെന്ന് വിചാരിച്ചാണ്, ചെറിയ പോലീസ് കേസിൽ പെട്ടുകൊണ്ട് കുറച്ച് നേരം വൈകി. ചെന്നപ്പോൾ എന്തായാലും പള്ളി അച്ഛൻ വന്ന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മധുരം വെപ്പിന് വേണ്ടി ചെറുക്കനെ ആനയിച്ച് സ്റ്റേജിൽ കയറ്റുന്ന പ്രോഗ്രാം എത്തിയിട്ടുണ്ട്. എള്ളും കപ്പയും മിസ്സായി, സാരമില്ല, പോട്ടേന്ന് വിചാരിക്കാം. നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം മധുരം വെപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും. കല്യാണത്തലേന്ന് ചെറുക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും നടക്കുന്നതാണ്. അപ്പം ഓരോരുത്തർ അവനവൻ്റെ വീട്ടിൽ വെച്ച് നടക്കുക. ചെറുക്കന് എന്തെങ്കിലുമൊക്കെ മധുരം കൊടുക്കുക. ആദ്യം നമ്മൾ വിളക്കിലിങ്ങനെ തിരി കത്തിക്കുന്നുണ്ട്. ചെറുക്കന് അളിയനും പെങ്ങളും അപ്പനും അമ്മയും പിന്നെ ഏറ്റവും അടുത്ത അങ്കിളും ആൻറ്റിയും, അങ്ങനെ എല്ലാവരും വെച്ചാണ് തിരി കത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറുക്കൻ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഓരോ കഷ്ണം അങ്ങനെ എടുത്തു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കുക, അത് തന്നെ മെയിൻ. കൂട്ടത്തിൽ ചെറുതായോരമ്മിനിയും തോമസ് രാജുവിനോ മൈകാരത്തെ ചിന്നമ്മയും വീട്ടിലെ കൂട്ടിലിന്നും ബേബിക്കു കൂട്ടായി ലീലാമ്മയും ഇളയൊരു പുത്രനോ അച്ഛൻ കുഞ്ഞോ അവനൊരു സഖിയമ്മണിയും. കുടുംബത്തിലെ എന്ത് പ്രോഗ്രാമിന് ചെന്നാലും മിസ്സാക്കാതെ ഷീലയും മേഴ്സിയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാരടിപ്പാട്ട് ഉണ്ടാക്കും. ഇത് കുടുംബത്തിൻ്റെ ജീവചരിത്രം മുഴുവൻ വെച്ചിട്ടുള്ള പാട്ടാണ്. ഫസ്റ്റ് കണ്ടത് അപ്പാപ്പന്മാരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുക്കനെ ചന്ദൻ ചാർത്തലാണ്. അളിയനും പെങ്ങളും എല്ലാവരും മുഖത്ത് തേക്കുന്നു. പിന്നെ എല്ലാവരും ചന്ദനമാണ് അരച്ചത് ചെറുക്കൻ്റെ മുഖത്തും മേത്തൊക്കെ തേച്ച് ചന്ദൻ ചാർത്തൽ ചടങ്ങാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇതാണ് നിഖിലിൻ്റെ വൈഫ് സോണ.